പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നമ്മെ പണിയുന്ന ദൈവം. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ച, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയം, അങ്ങനെയുള്ള വ്യക്തിത്വത്തെ എൻ്റെ ദൈവം തകർത്തു കളയുകയില്ല. നീ അനുഭവിക്കുന്ന ചില പരാജയങ്ങൾ, നീ അനുഭവിക്കുന്ന ചില തകർച്ചകൾ, അത് നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിന്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്കു വേണ്ടി തുറന്ന് നിന്നെ പുതിയൊരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്ന ഒരു അനുഭവമാണ് നിന്റെ ജീവിതത്തിലെ ചതയ്ക്കപ്പെട്ട അനുഭവങ്ങൾ. പ്രവാചകനായ യെശയ്യാവാണ് ഈ യെശയ്യാവിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആമോസിന്റെ മകനായ യെശയ്യാവാണ് യെശയ്യാവിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ യെശയ്യാവിൻ്റെ പുസ്തകം എഴുതിയ കാലം എന്ന് പറയുന്നത് BC 740-680 കാലഘട്ടത്തിൽ യഹൂദയിൽ വെച്ച് എഴുതിയെന്നാണ് വേദപണ്ഡിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാവ് എന്ന വാക്കിനർത്ഥം രക്ഷ യഹോവയാകും. അതേ പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് എന്ന വാക്കിനർത്ഥത്തിൽ തന്നെ സകല മനുഷ്യന്റെ രക്ഷയെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട, ഇതുവരെയും ജനിക്കപ്പെട്ട മനുഷ്യനും ഇനി ജനിക്കാൻ പോകുന്ന തലമുറയുടെ ജീവിതത്തിൽ ഈ ഭൂമി എന്ന പതനത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യനായി ജനിക്കപ്പെട്ട സകല മാനവരാശിക്കും ജീവിതത്തിന്റെ മണ്ഡലത്തിൽ, ശരീരത്തിൽ വസിക്കുന്നവന് ഒരു രക്ഷ വേണമെങ്കിൽ അത് യഹോവയിൽ നിന്നും മാത്രമേ നിനക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലൂടെ നീ കടന്നുപോയാലും നിനക്കൊരു വിടുതൽ ആവശ്യമാണോ, ഒരു അനുഗ്രഹം ആവശ്യമാണോ, തകർക്കപ്പെട്ട മേഖലയിൽ ആയിരിക്കുന്ന വ്യക്തിത്വമാണോ, നിനക്കൊരു രക്ഷയുണ്ട്. അത് ഉയരത്തിലെ ദൈവത്തിൽ നിന്നും, യഹോവയിൽ നിന്നും, കർത്താവിൽ നിന്നും മാത്രമേ ആ രക്ഷ നിനക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ യെശയ്യാവ് എന്ന വാക്കിന് അർത്ഥം രക്ഷ യഹോവയാകുന്നു. സകല മനുഷ്യന്റെയും ജീവിതത്തിൽ രക്ഷ ഉയരത്തിലെ ദൈവത്തിൽ നിന്നാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു അനുഗ്രഹമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, പരാജയമാണ് നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ, നീ ദുഃഖത്തിലാണോ, നീ ചില ഞെരുക്കത്തിലാണോ, നീ ചില വേദനയിലാണോ, ചില ഒറ്റപ്പെടലാണോ, നിന്നെ ചേർക്കേണ്ടവർ അകന്നു നിൽക്കുന്ന അനുഭവമാണോ, ചില രോഗാവസ്ഥയിലൂടെ നീ കടന്നു പോവുകയാണോ, കടബാധയുടെ മേഖല നീ കടന്നു പോവുകയാണോ, നിനക്കൊന്നുമില്ലാത്ത മേഖല, നീ ശൂന്യപ്പെട്ട ഒരു മരുഭൂമിയുടെ അനുഭവമാണോ, ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ കർത്താവിൽ ആശ്രയിക്കുക. ഒരിക്കലും നിന്റെ ചതയ്ക്കപ്പെട്ട അനുഭവം, നിന്റെ പുകയുന്ന ജീവിതത്തിന്റെ മണ്ഡലത്തെ ഒടിച്ചു കളയുന്ന ദൈവമല്ല, തകർത്ത് കളയുന്ന ദൈവമല്ല. നിന്നെയാണ് ഉയരത്തിലെ ദൈവത്തിന് ആവശ്യം. നീ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി നിനക്കൊരു രക്ഷ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ വചനത്തിൽ പഠിപ്പിക്കുന്നു, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയില്ല. അതെ, നിന്റെ ജീവിതം തകർക്കപ്പെട്ട ഒരു മേഖലയാണെങ്കിൽ പോലും നീ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനാണോ, നീ യേശുവേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്റെ ജീവിതം എത്ര തകർക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട,
ചതയ്ക്കപ്പെട്ട അനുഭവമാണെങ്കിലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, ദൈവവചനം പറയുന്നു, നിന്നെ ഒടിച്ചു കളയുന്ന ദൈവമല്ല. നിന്റെ തകർച്ച, നിന്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക്, പുതിയ വഴിയിലേക്ക്, പുതിയ നന്മയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാനത്രേ. അതുകൊണ്ട് നീ തകർക്കപ്പെട്ട വ്യക്തിയല്ല, പരിശുദ്ധാത്മാവ് നിന്നെ പണിയുന്ന വ്യക്തിയാണ്. തകർക്കപ്പെട്ട, ചതയ്ക്കപ്പെട്ട, പുകയപ്പെട്ട ജീവിതത്തെ പണിത് പുതുതാക്കി പുറത്തെടുക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ഈ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയില്ല. അതേ പ്രിയപ്പെട്ടവർ, ഒരു വചനം മറ്റൊരു ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും ഈ വചനത്തോട് ചേർന്നൊരു വചനം ഞാൻ പരിചയപ്പെടുത്താം. ആ വചനം ഇങ്ങനെയാണ്. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 25-ാമത്തെ വാക്യം. പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കാമോ? ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ? അതായത് പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ? ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ? അതായത് അതിനർത്ഥം നിലത്ത് കിടക്കുന്ന, വൃക്ഷത്തിൽ നിന്നും വീണ് കിടക്കുന്ന ഒരു ഇല. ഈ ഇല മണ്ണിൽ കിടക്കുമ്പോൾ ഇലയെ നോക്കി മറ്റുള്ളവർ പറയും, നിന്റെ ജീവിതത്തിൽ നിനക്കിനി ഒരിക്കലും ഉയരത്തിലോട്ട് വരാൻ കഴിയില്ല. ഈ ഇല അഴുകി നീ മണ്ണിനോട് ചേരും. ഇനി നിനക്ക് ഈ മണ്ണിൽ നിന്നും ഒരു കൈ ഉയർത്തുന്ന ഉയരത്തിൽ പോലും നിനക്ക് മണ്ണിൽ നിന്ന് ഉയരാൻ കഴിയത്തില്ല. ഇനി ആ വൃക്ഷത്തിലോട് ചെന്നിരിക്കാൻ കഴിയത്തില്ല. കാരണം വൃക്ഷത്തിൽ നിന്നും അറ്റ് നിലത്ത് മണ്ണിൽ കിടക്കുന്ന ഒരു ഇലയാണ്. ഇനി നിന്റെ ജീവിതമെന്ന് പറയുന്നത് നീ അഴുകി മണ്ണോട് ചേരാൻ പോവുകയാണ് എന്നാണ് തന്നെ നോക്കി മറ്റുള്ളവർ പറയുന്നത്. പക്ഷേ ഈ വചനത്തിൽ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്, പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ? അതായത് നിലത്ത് മണ്ണിൽ കിടക്കുന്ന ഒരു ഇലയെ നോക്കി അതുവരെയും വിധി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകാശമണ്ഡലങ്ങളുടെ മറവിടങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു കാറ്റ് ഈ ഇലയിലേക്ക് വന്നടിക്കുമ്പോൾ ഈ ഇല എന്ത് ചെയ്യും? കാറ്റിന്റെ ശക്തി കൊണ്ട് ഇല മണ്ണിൽ നിന്ന് ഉയർന്നു പറക്കാൻ തുടങ്ങും. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ തകർക്കപ്പെട്ട മണ്ഡലങ്ങൾ, നിന്റെ ജീവിതത്തിൽ ചില തകർക്കപ്പെട്ട അനുഭവമായിരിക്കാം, ഉടയ്ക്കപ്പെട്ട അനുഭവമായിരിക്കാം. നീ നിലം, അതായത് നിന്റെ ജീവിതം ഒരു ഇലയെപ്പോലെ വൃക്ഷത്തിൽ നിന്ന് അറ്റ് മണ്ണിൽ കിടക്കുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷേ നിന്നിലൊരു പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ, നിന്നിലൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ, നിലത്ത് കിടക്കുന്ന തകർക്കപ്പെട്ട ഒരു വ്യക്തിയെ നോക്കിയിട്ട് മറ്റുള്ളവർ നിന്നെ നോക്കി നിന്ദിക്കുമ്പോഴും നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ, നിന്നിൽ ആത്മാവിന്റെ ഒരു കാറ്റടിച്ചാൽ, ആമേൻ, നീ കിടക്കുന്ന താഴ്ചയിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്തി അടുത്ത മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ പറപ്പിച്ചു കൊണ്ടുപോകും. ഈ ഇല കാറ്റടിച്ച് നിലത്ത് കിടക്കുന്ന ഇല ഇതാ പറക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെ പരിഹസിച്ചവർ പറയുന്നു, നീ പറന്നുപോയാലും നിന്നെ ഞങ്ങൾ എത്തിപ്പിടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും, അവർ പറയുന്നു എത്തിപ്പിടിക്കും എന്ന് പറഞ്ഞാലും ഒരിക്കലും ആ വചനം പറയുന്നു പേടിപ്പിക്കുമോ? എത്തിപ്പിടിക്കും, ഞങ്ങൾ ചാടിപ്പിടിക്കും എന്ന് പറഞ്ഞാലും ഒരിക്കലും പറന്നു പോകുന്ന ഇലയെ ഒരു മനുഷ്യനെ പേടിപ്പിക്കാനോ ചാടിപ്പിടിക്കാനോ കഴിയില്ല. കാരണം അതിനെ പറപ്പിച്ചു കൊണ്ടുപോകുന്നത് ഉയരത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്ന ഒരു കാറ്റാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം തകർക്കപ്പെട്ട അനുഭവമാണോ? നിലം പരിചയായി പോയ അനുഭവമാണോ? നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ മറ്റുള്ളവർ ലജ്ജിച്ച് തലതാഴ്ത്തത്തക്കവണ്ണം, നിന്ദിച്ചവർ തലതാഴ്ത്തത്തക്കവണ്ണം, നിനക്കിനി ഒരു ഉയർച്ച ഇല്ലെന്ന് പറഞ്ഞ് നിന്ദിച്ചവർ അത്ഭുതപ്പെടുമാറ് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്നെ എടുത്തുകൊണ്ട് പോകും. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്നെ അടുത്ത നിലവാരത്തിലേക്ക്, നീ തകർന്നു കിടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യും
ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നീ വിശ്വസിക്കുക. ആരോ ദൈവത്തിന്റെ ആത്മാവരെ തകർക്കപ്പെട്ട ഒരു അനുഭവം. ഇനി ഒരു ഉയർച്ചയില്ല, ഇനി ഒരു നന്മയില്ല. എന്നാൽ നിന്നിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ? നിന്നിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ നിന്റെ ജീവിതം അടുത്തൊരു നിലവാരത്തിലേക്ക്, പരിശുദ്ധാത്മ താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് പറന്നുയർന്ന മേഖലയിൽ ഒരു പറവ പറന്നു ഉയരുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്നെ നിലത്ത് നിന്നും പറപ്പിച്ച് അടുത്തൊരു നിലവാരത്തിലേക്ക്, ഉയരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കുക. അതായത് താഴ്ചയിൽ നിന്ന് നിനക്കൊരു ഉയർച്ച ലഭിക്കും. ഒറ്റ കാര്യം, നീ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ദൈവം നമ്മെ പണിയുന്ന ദൈവമാണ്. കണ്ടോ, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കള്ളന്മാരുടെ കരങ്ങൾ അകപ്പെട്ട് വഴിയിൽ ചതയ്ക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസ്ഥ 4 മേഖലയിലാണ്. കള്ളന്മാരാൽ അകപ്പെട്ട് വഴിയിൽ തകർക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ 4 മേഖലയിൽ അവൻ ചതയ്ക്കപ്പെട്ടു. 1, മനുഷ്യരാൽ ശരീരത്തിൽ അവൻ ചതയ്ക്കപ്പെട്ടു. 2, അവന്റെ മാനസിക തലം ചതയ്ക്കപ്പെട്ടു. 3, അവന്റെ പ്രാണന്റെ തലം തകർക്കപ്പെട്ടു, ചതയ്ക്കപ്പെട്ടു. 4, അവന്റെ സാമ്പത്തിക മേഖല തകർക്കപ്പെട്ടു. വഴിയിൽ അർത്ഥപ്രാണനായി കള്ളന്മാരുടെ ഉപദ്രവത്തിൽ സകലത്തെ സമ്പത്ത് പിടിച്ചെടുത്ത് ഉപദ്രവിച്ചിട്ട് പോയവന്റെ ജീവിതത്തിന്റെ സാഹചര്യം 4 മേഖലയിൽ തകർക്കപ്പെട്ടു. ഒന്നുകൂടെ പറയാം, മനുഷ്യരാൽ ശരീരം തകർക്കപ്പെട്ടു. 2, മനുഷ്യന്റെ ശാരീരിക ഉപദ്രവത്താൽ അവന്റെ മാനസിക തലങ്ങൾ തകർക്കപ്പെട്ടു. 3, അവന്റെ പ്രാണന്റെ തലം മരണത്തോട് മല്ലടിക്കുന്നു, പ്രാണൻ ഇപ്പോൾ പോകും, പ്രാണന്റെ തലം തകർക്കപ്പെട്ടു. 4, അവന്റെ സാമ്പത്തിക മേഖല സകലത്തെയും കൊള്ളയടിച്ചു, സാമ്പത്തിക മേഖല തകർക്കപ്പെട്ടു. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയും, 4 മേഖലയിലും വഴിയിൽ തകർക്കപ്പെട്ടവനായി ചതയ്ക്കപ്പെട്ടവനായി കിടന്ന ഈ മനുഷ്യന്റെ അടുക്കൽ ഒരു ശമര്യക്കാരൻ വന്നു. ഈ 4 മേഖലയിലും അവനെ തൃപ്തി വരുത്തി. അവന്റെ ശാരീരിക മണ്ഡലത്തിൽ എണ്ണ പുരട്ടി പൂശി, അതിനുശേഷം അവൻ പ്രാണൻ പോകുന്ന മേഖലയിൽ അവൻ നിലവിളിക്കുമ്പോൾ അവന്റെ പ്രാണൻ ആശ്വാസത്തിന് വെള്ളം കൊടുത്തു. അതിനുശേഷം ഈ മനുഷ്യനെ ശമര്യക്കാരൻ തോളിലിട്ടു. അവന് വേണ്ടുന്ന ശരീരത്തിൽ ഏൽക്കപ്പെട്ട തകർക്കപ്പെട്ട മുറിവുകൾക്ക് ചികിത്സ കൊടുത്തു. അവന് വേണ്ടിയുള്ള സമ്പത്ത് കൊടുത്തു. സാമ്പത്തിക മേഖലയിൽ അവൻ തകർക്കപ്പെട്ടവനായിരുന്നു, പക്ഷേ അവന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒരു ശമര്യക്കാരൻ സമ്പത്ത് കൊടുക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം തകർക്കപ്പെട്ട മേഖലയാണോ? ഈ 4 മണ്ഡലങ്ങളിൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, സതഞ്ഞ ഓടവൻ ഒട്ടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ല. നിന്റെ ജീവിതം ഒരു തകർക്കപ്പെട്ട മണ്ഡലമാണോ? ശാരീരികപരമായി നീ തകർക്കപ്പെട്ടിരിക്കുന്നു, മാനസികപരമായി നീ തകർക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാണനോട് പൈശാചിക മണ്ഡലം വെല്ലുവിളിച്ച് തകർക്കപ്പെട്ട മേഖലയിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടോ? നിന്റെ സാമ്പത്തിക തലം തകർക്കപ്പെട്ട മണ്ഡലത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? നിന്നെ വിടുവിക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിൽ നീ വിശ്വസിക്കും, ആ യേശുവിൽ നീ ആശ്രയിക്കുക. അവൻ നിന്നെ ഒരിക്കലും തകർത്ത് കളയുന്നവനല്ല, അവൻ നിന്നെ ഒരിക്കലും ഒടിച്ചു കളയുന്നവനല്ല. നിന്റെ ജീവിതത്തിൽ പുകഞ്ഞ് നീ വേദനപ്പെടുന്ന ഒരു തിരിയെപ്പോലെ, നീ വേദനപ്പെടുന്ന ഒരു തിരിയെപ്പോലെ പുകഞ്ഞ് ജീവിതം കഴിക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മ പറയുന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ല. നീ പുകയുന്നുവെങ്കിൽ നിന്റെ അകത്തൊരു തീയുണ്ട്, അതുകൊണ്ടാണ് നിന്നിലൊരു പുക വരുന്നത്. ആമേൻ, അത് ഉയരത്തിൽ അപ്പനറിയാം. നീ പുകയുന്ന, നീ വേദനപ്പെടുന്ന ഏതൊരു വിഷയത്തിലും പരിഹാരമുണ്ട്. പ്രിയ ദൈവമക്കളെ, നീ കർത്താവിൽ ആശ്രയിക്കുക. നിന്നെ ഒരു തീക്കൊള്ളിയായി പരിശുദ്ധാത്മ പുറത്തെടുക്കും. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയുന്ന അപ്പനല്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്നപ്പനല്ല. ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരോടോ പറയുന്നു, ഈ 4 മേഖലയിൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നുവോ? ശാരീരിക മണ്ഡലത്തിൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നുവോ? മാനസിക മണ്ഡലത്തിൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നുവോ? പ്രാണന്റെ മേഖലയോട് ശത്രു വെല്ലുവിളിക്കുന്നുണ്ടോ? സാമ്പത്തിക മേഖലയിൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നുണ്ടോ? ഈ 4 മേഖലയും പണിയുന്ന ഒരുവനെയുള്ളൂ, അത് നസ്രയനായ യേശു ക്രിസ്തു. നിന്റെ ഈ 4 മണ്ഡലത്തിൽ നീ തകർക്കപ്പെട്ടാലും
നിന്നെ തകർത്തു കളയുന്ന ഒരു അപ്പനല്ല. നിന്റെ ജീവിതത്തിൽ 4 മേഖലയിൽ നീ പുകയുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിന്നെ കെടുത്തിക്കളയുന്ന അപ്പനല്ല. രക്ഷ യഹോവയിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ 4 മേഖലയിൽ ആരോ ഒക്കെ വേദന അനുഭവിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ആരോ ശാരീരിക മണ്ഡലം തകർക്കപ്പെട്ടവരായി ഇനി എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന ആരോ എന്നെ കേൾക്കുന്നു. സാമ്പത്തിക മേഖലയിൽ തകർക്കപ്പെട്ടവരാരോ എന്നെ കേൾക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നീ തകർന്നു പോകുകയില്ല. കർത്താവ് നിന്നെ വിടുവിക്കുവാൻ നിന്റെ അടുക്കിലുണ്ട്. നീ അപ്പ എന്ന് വിളിച്ചാൽ മതി, നിന്നെ വിടുവിക്കുന്ന അപ്പൻ നിന്റെ കൂടെയുണ്ട്. നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഉടഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാണന്റെ മേഖലയിൽ, മരണമേഖലയിൽ വെല്ലുവിളിയോടുകൂടെ ആയിരിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവന് ഹാനി വരികയില്ല. വാഗ്ദത്തം നിറവേറാതെ നിന്റെ ജീവനെ ശത്രുവിന് തൊടാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വചനത്തിലൂടെ പറഞ്ഞ് വിശ്വസിക്ക്. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയുന്ന ദൈവമല്ല. പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ല. എൻ്റെ ദൈവം നിന്നെ പണിയുന്ന ദൈവമാണ്. നീ ഏതു മേഖലയിലൂടെ തകർച്ചയിലൂടെ കടന്നുപോയാലും നീ ഉയരത്തിൽ അപ്പനോട് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിക്കുക. യേശുവേ എന്ന് നീ വിളിക്ക്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നീ ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടിലായിരിക്കാം, കോളേജിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യുന്നതായിരിക്കും, വിദേശത്തായിരിക്കാം, നീ വീട്ടു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഒരൊറ്റ വിളി വിളിക്ക്. യേശുവേ എന്ന് നീ വിളിക്കുക. നിന്നെ പണിയുന്ന അപ്പൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ദൈവാത്മാവ് നിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ തകർന്നു പോകുകയില്ല, നീ കെട്ടുപോകുകയില്ല. നമ്മുടെ ദൈവം പണിയുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങൾ കൊടുക്കാമോ? നിന്റെ ഹൃദയത്തെ ദൈവസന്നിധി സമർപ്പിക്കാമോ? ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ഏത് തകർക്കപ്പെട്ട അവസ്ഥയും പണിയുന്ന യേശുവാണ്, പണിയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്റെ ഹൃദയത്തിൽ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ ഭാരം മാറ്റിവെച്ച് ഒരു നിമിഷം ദൈവത്തോട് നീ ആ ഭാരങ്ങളെ, വേദനകളെ ദൈവസന്നിധി ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ മേഖലയിൽ തകർക്കപ്പെട്ടവളായി ഞാൻ കടന്നു പോകുന്നു, ഈ മേഖലയിൽ തകർക്കപ്പെട്ടവനായി ഞാൻ കടന്നു പോകുന്നു. പക്ഷെ എന്നെ പണിയുന്ന ഒരു അപ്പനെന്ന് ഞാൻ കേട്ടു. അപ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നിന്റെ ജീവിതത്തിലെ സകല കുറവുകളെ ഒന്നുകൂടെ ഏറ്റുപറഞ്ഞ് ആ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ സമർപ്പിക്കുന്ന വിഷയത്തിൽ ഒരു സ്പർശനം ദൈവാത്മാവിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഈ 4 മേഖലകൾ, ശാരീര മണ്ഡലം, പ്രാണന്റെ മണ്ഡലം, സാമ്പത്തിക മണ്ഡലം, ആമേൻ, യേശു മാനസ്യ മണ്ഡലങ്ങൾ, ഈ 4 മേഖലയുടെ മണ്ഡലങ്ങളിൽ ആമേൻ അനുഭവിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അവരെ തകർത്ത് ഉടച്ചു കളയുവാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമർപ്പിക്കപ്പെട്ട ജനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. അവരിപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടട്ടെ, പണിയപ്പെടട്ടെ. വേദന മാറട്ടെ, ദുഃഖം മാറട്ടെ, തകർച്ച മാറട്ടെ. ദൈവപ്രവൃത്തി അവർ വെളിപ്പെടട്ടെ. ദൈവ സമാധാനം തകർക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഹൃദയത്തിന്മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മ നിറവുണ്ടാകട്ടെ. സന്തോഷമുണ്ട്, വിടുതൽ അവർ അനുഭവിക്കട്ടെ, സൗഖ്യം അവർ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.